ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരാണ് ജന്തുലോകത്തേക്ക്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ഒരു പിക്ചർ കണ്ടില്ലേ? ആരാണത്? മിത്രയും മിത്രയുടെ കൂട്ടുകാരുമാണ് അല്ലേ? അപ്പോൾ എന്താണ് പറയുന്നത്? ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. മിത്രയുടെ വീട്ടുപരിസരം കണ്ടല്ലോ. ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? അതുപോലെ തന്നെ ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? അപ്പോൾ നമുക്ക് അത് ഏതാണ് എന്ന് നോക്കാം. ചിത്രത്തിൽ ഏതൊക്കെ ജീവികളാണുള്ളത്? ആടും ആട്ടിൻകുട്ടിയും, കോഴി, പൂവൻ കോഴി, കോഴിക്കുഞ്ഞുങ്ങൾ, പൂച്ച, നായ, തത്തയും മറ്റു കിളികളും, കാക്ക, ചിത്രശലഭങ്ങൾ. ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവാം? ആട്, കോഴി, പൂച്ച, നായ, തത്ത, പിന്നെ കിളികൾ. ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ആട്, നായ, പൂച്ച, കോഴി ഇതൊക്കെയാണ്. ഇതുകൂടാതെ ഒരുപാട് ജീവികളെ മനുഷ്യർ ഇണക്കി വളർത്തുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? ആഹാരത്തിന്, സുരക്ഷയ്ക്ക്, കൃഷി ആവശ്യങ്ങൾക്ക്, അതായത് നിലം ഉഴുതുമറിക്കാനും വളത്തിനുമായി, പിന്നെ സ്നേഹത്തിനും കൂട്ടിനും, വളർത്തുമൃഗങ്ങളായി കൂടെ നിർത്താൻ. നമുക്ക് വളർത്തുജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ആടാണ്. പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് പാൽ, മാംസം, പിന്നെ കോഴി, മുട്ട, മാംസം, കാള, കൃഷിപ്പണികൾ, പശു, പാൽ, വളം, നായ, വീടിന് കാവൽ, തേനീച്ച, തേൻ, മെഴുക്, പൂച്ച, എലികളെ പിടിക്കാൻ, വിനോദം, താറാവ്, മുട്ട, മാംസം. ഇതൊക്കെയാണ് ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ. വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന ജീവികളുമുണ്ട്. എത്രയെത്ര ജീവികൾ! ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതൂ. പല്ലി, ഒച്ച്, ഉറുമ്പ്, ഉപ്പൻ അല്ലെങ്കിൽ ചെമ്പോത്ത്, പഴുതാര, വവ്വാൽ, കീരി, തേരട്ട. ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ. ഇവയിൽ വളർത്തു ജീവികളുണ്ടോ? വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എത്ര ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു? അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ? ആദ്യത്തെ ചോദ്യം, തന്നിരിക്കുന്ന ആ ചിത്രത്തിലുള്ളവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ, ഇവയിൽ വളർത്തു ജീവികളുണ്ടോ എന്നാണ്. ഇല്ല. ആ പട്ടികയിൽ തന്നിരിക്കുന്നതിൽ പല്ലി, ഒച്ച്, ഉറുമ്പ്, ഉപ്പൻ, പഴുതാര, വവ്വാൽ, കീരി, തേരട്ട എന്നിവ നമ്മൾ വീട്ടിൽ ഇണക്കി വളർത്തുന്ന വളർത്തു ജീവികളൊന്നുമില്ല. ഇവയെല്ലാം തനിയെ വീട്ടുപരിസരങ്ങളിൽ വളരുന്നവയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ എന്നാണ്. അപ്പോൾ ജീവികൾ എന്ന് പറയുന്നത് പശു, നായ, പൂച്ച, ആട്, കോഴി, കാക്ക, കുരുവി, തവള, അണ്ണാൻ, തുമ്പി, പൂമ്പാറ്റ, മണ്ണിര. എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 12 ജീവികളെയാണ്. ഇവയൊക്കെയാണവ. കൂട്ടുകാർ കണ്ടെത്തിയത് 10 എണ്ണമാണ്. പശു, നായ, പൂച്ച, ആട്, കോഴി, കാക്ക, തത്ത, മൈന, താറാവ്, കുതിര എന്നിവയാണ്. ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. മിത്രയും കൂട്ടുകാരും ജീവികളുടെ പേരു പറഞ്ഞ് കളിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക? തമ്മിൽ മത്സരമായി. അപ്പോൾ അവർ കണ്ടെത്തിയ ജീവികൾ പുൽച്ചാടി, മിന്നാമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു. അതുപോലെ തന്നെ പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനും അവർ മറന്നില്ല. മിത്ര വരച്ച ജീവികളുടെ ചിത്രങ്ങൾ കണ്ടല്ലോ. നമുക്കും ഇതുപോലെ കളിച്ചാലോ? പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കൂ. കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറവും നൽകൂ. ശബ്ദവും ചലനവും ഉപയോഗിച്ച് ജീവികളെ തിരിച്ചറിയുന്ന രീതി. കുട്ടികൾക്ക് ക്ലാസ്സിലോ വീട്ടിലോ കളിക്കാനായി ഈ വിവരങ്ങൾ ഉപയോഗിക്കാം. ഒരു കുട്ടി താഴെ പറയുന്ന രീതിയിൽ ശബ്ദമോ ആംഗ്യമോ കാണിക്കുമ്പോൾ മറ്റുള്ളവർ ജീവിയെ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം.
പൂച്ച മ്യാവൂ മ്യാവൂ എന്ന് ശബ്ദമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൈകൾ കൊണ്ട് മുഖം തുടയ്ക്കുന്നത് പോലെ കാണിക്കുന്നു. ഇനി രണ്ടാമത്തേത് നായയാണ്. വൗ വൗ എന്ന് കുരയ്ക്കുന്നു, അല്ലെങ്കിൽ വാലാട്ടുന്നത് പോലെ കൈകൾ പിന്നിൽ ചലിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തേത് തവളയാണ്. ബഗ് ബഗ് എന്ന് ശബ്ദമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ രണ്ട് കൈകളും നിലത്തൂന്നി തവളയെപ്പോലെ ചാടി കാണിക്കുന്നു. അടുത്തത് കാക്ക. കാ കാ എന്ന് ശബ്ദമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൈകൾ ചിറകുകളാക്കി പറക്കുന്നതുപോലെ കാണിക്കുന്നു. പാമ്പ് ഹുഷ് ഹുഷ് എന്ന് ശബ്ദമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തി പത്തി വിടർത്തുന്നതുപോലെ വളഞ്ഞു പുളഞ്ഞ് കാണിക്കുന്നു. ഇനി കോഴി കൊക്കരക്കോ എന്ന് കൂകുന്നു, അല്ലെങ്കിൽ കൈമുട്ടുകൾ മടക്കി ചിറകടിക്കുന്നതുപോലെ കാണിക്കുന്നു. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ ജീവികൾ പൂച്ച, നായ, തവള, കാക്ക, കോഴി, പാമ്പ്. അവയുടെ ചിത്രവും വരച്ചു ചേർക്കണം. നിങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഏറ്റവും വലുതോ? ചെറിയ ജീവി തവള, വലിയ ജീവി നായ. പട്ടികയിലെ ജീവികളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതൂ. ആദ്യം തവള, കാക്ക, കോഴി, പാമ്പ്, പൂച്ച, നായ. ചുറ്റുപാടുമുള്ള ചെറുജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ്? ഉറുമ്പ്, മണ്ണിര, ഒച്ച്, കമ്പളിപ്പുഴു, തേരട്ട, ചിലന്തി, പഴുതാര. പിന്നെ പറഞ്ഞിരിക്കുന്നത് വിദ്യാലയ പരിസരത്ത് കാണുന്ന ചെറുജീവികളുടെ പട്ടികയാണ്. നിരീക്ഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്ന ചില പ്രധാന ചെറുജീവികൾ താഴെ പറയുന്നവയാണ്. ഇവയുടെ പേരുകൾ കുട്ടികൾക്ക് പരിസര പഠന പുസ്തകത്തിൽ എഴുതാവുന്നതാണ്. ഉറുമ്പ് പലതരമുണ്ട് അല്ലേ? കറുത്ത ഉറുമ്പ്, ചോനകൻ ഉറുമ്പ്, തുമ്പി, ചിലന്തി, പുൽച്ചാടി, വണ്ട്, ഈച്ച, കൊതുക്, പഴുതാര, കമ്പിളിപ്പുഴു, തേനീച്ച, കടന്നൽ, മണ്ണിര, ഓന്ത്, പല്ലി. ചെറുജീവികളെ കണ്ടെത്താനായിട്ട് എവിടെയെല്ലാം നിരീക്ഷിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണ്ണിൽ, അതുപോലെ തന്നെ ചെടികളിൽ, ചുമരുകളിൽ, മരങ്ങളുടെ തടികളിൽ അല്ലെങ്കിൽ ഇലകളിൽ, കല്ലുകൾക്കും ഉണങ്ങിയ ഇലകൾക്കും അടിയിൽ, പൂന്തോട്ടത്തിലെ പൂക്കളിൽ. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കൂ. താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതെന്ന് കണ്ടെത്തി എഴുതൂ. ഏതൊക്കെയാണ്? ആന, മയിൽ, സീബ്ര, കോഴി. ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നിറം, അതുപോലെ തന്നെ പുള്ളികൾ, വലിപ്പം, രൂപം, വരകൾ, കൊമ്പുകൾ, ഇവയെല്ലാം ഓരോ ജീവിയുടേതും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നിറം കണ്ട് തിരിച്ചറിയുന്നത് തത്ത തിളങ്ങുന്ന പച്ച നിറവും ചുണ്ടിന് ചുവപ്പ് നിറവും, കാക്ക ശരീരം മുഴുവൻ കറുത്ത നിറം, കൊക്ക് മഞ്ഞുപോലെയുള്ള വെളുത്ത നിറം. കൊമ്പുകൾ കണ്ട് തിരിച്ചറിയാൻ കഴിയുന്നത് മാൻ മരച്ചില്ലകൾ പോലെ ശാഖകളുള്ള ഭംഗിയുള്ള കൊമ്പുകൾ, പശു അല്ലെങ്കിൽ കാള മുന്നോട്ട് വളഞ്ഞു നിൽക്കുന്ന ഉറപ്പുള്ള കൊമ്പുകൾ, ആട് പിറകോട്ട് വളഞ്ഞു നിൽക്കുന്ന ചെറിയ കൊമ്പുകൾ, എരുമ വശങ്ങളിലേക്ക് വീതിയിൽ വളഞ്ഞു നിൽക്കുന്ന വലിയ കൊമ്പുകൾ. പുള്ളികൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നത് പുള്ളിപ്പുലി ശരീരമാസകലം കറുത്ത വട്ടത്തിലുള്ള പുള്ളികൾ, പുള്ളിമാൻ തവിട്ട് നിറമുള്ള ശരീരത്തിൽ മുത്തുപോലെ തിളങ്ങുന്ന വെളുത്ത പുള്ളികൾ, പൊൻവണ്ട് ചുവന്ന ചിറകുകളിൽ കറുത്ത ചെറിയ പുള്ളികൾ. ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. കടലിലെ ജീവികൾ. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ. മീനുകളുടെ മാത്രമല്ല മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതൂ. ചില കടൽ ജീവികളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? കടൽ കുതിര, കടൽ മുള്ളൻ പന്നി, കടൽ വെള്ളരി, കടൽ പശു. ഇതൊക്കെയാണ്. ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും? ഈ ജീവികളുടെ ശരീരഘടനയോ രൂപമോ കരയിലുള്ള ചില ജീവികളുമായും വസ്തുക്കളുമായും സാമ്യമുള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് ഈ പേരുകൾ ലഭിച്ചത്. കടൽ കുതിര, ഇതിൻ്റെ തലയുടെ രൂപം കുതിരയുടെ തലയുമായി സാമ്യമുള്ളതാണ്. കടൽ മുള്ളൻ പന്നി, ഇതിൻ്റെ ശരീരത്തിൽ മുള്ളൻ പന്നിയെപ്പോലെ മുള്ളുകൾ കാണപ്പെടുന്നു.
കടൽ വെള്ളരി. ഇതിൻ്റെ ആകൃതി നമ്മൾ കഴിക്കുന്ന വെള്ളരിക്കയുടെ രൂപത്തിന് സമാനമാണ്. കടൽ പശു വെള്ളത്തിനടിയിലെ പുല്ലുകൾ തിന്നുന്ന ശാന്ത സ്വഭാവമുള്ള വലിയ ശരീരമുള്ള ജീവിയായതിനാലാണ് ഇതിനെ കടൽ പശു എന്ന് വിളിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. പലവിധം അങ്ങനെ സഞ്ചാരം. ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്? കടലാസ് മടക്കി ഇവ നിർമ്മിക്കൂ. രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരവും അവതരിപ്പിക്കൂ. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? അല്ല, എല്ലാ ജീവികളും ഒരേ രീതിയിലല്ല സഞ്ചരിക്കുന്നത്. ഓരോ ജീവിക്കും വ്യത്യസ്ത സഞ്ചാര രീതികളാണ് ഉള്ളത്. ഉദാഹരണത്തിന് നടക്കുക, പറക്കുക, നീന്തുക, ഇഴയുക, അങ്ങനെ. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തൂ. അപ്പോൾ ഏതൊക്കെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഇഴയുന്നത്, പറക്കുന്നത്, നീന്തുന്നത്? ഇതിനൊക്കെ നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നടക്കുന്ന ജീവികൾ പശു, നായ, പൂച്ച, ആന. ഇഴയുന്ന ജീവികൾ പാമ്പ്, മണ്ണിര, പല്ലി, ഒച്ച്. പറക്കുന്ന ജീവികൾ കാക്ക, കുരുവി, പ്രാവ്, പൂമ്പാറ്റ. നീന്തുന്ന ജീവികൾ മത്സ്യം, തിമിംഗലം, സ്രാവ്, ആമ. മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത്, കുതിരയുടെ ശരീരത്തിൻ്റെ സവിശേഷത എന്താണ്? പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകളും, അതുപോലെ തന്നെ സഞ്ചാര രീതി എന്ന് പറയുന്നത് നടക്കുന്നു, അതുപോലെ തന്നെ ഓടുന്നു. പാമ്പ് കാലുകളില്ലാത്ത നീളമുള്ള ശരീരം മുഴുവൻ ചെതമ്പലുകൾ, സഞ്ചാര രീതി ഇഴയുന്നു. പ്രാവ് പറക്കാൻ സഹായിക്കുന്ന ചിറകുകൾ, തൂവലുകളാൽ മൂടിയ ശരീരം, 2 കാലുകൾ. എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? പറക്കുന്നു, നടക്കുന്നു. മത്സ്യം നീന്താൻ സഹായിക്കുന്ന തുഴച്ചിലുകൾ, വഞ്ചി പോലെയുള്ള ശരീരം, ചെതുമ്പലുകൾ. എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? നീന്തുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് താറാവിൻ്റെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ എന്നാണ്. ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? കൂടുതൽ ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തി എഴുതൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പട്ടിക വിപുലീകരിക്കും. അപ്പോൾ ഡക്ക്, താറാവ് നീന്തുന്നുണ്ട്, അതുപോലെ തന്നെ പറക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. കണ്ടില്ലേ? മറ്റു ജീവികളുടെ സഞ്ചാര രീതി കൂടി നോക്കാം. ഒന്നിലധികം രീതിയിൽ സഞ്ചരിക്കുന്നവ ഏതൊക്കെയാണ്? തവള ചാടുന്നു, നീന്തുന്നു. കൊക്ക് നടക്കുന്നു, പറക്കുന്നു, നീന്തുന്നു. പൂച്ച നടക്കുന്നു, ഓടുന്നു, ചാടുന്നു. പുൽച്ചാടി ചാടുന്നു, പറക്കുന്നു. പ്രാവ് പറക്കുന്നു, നടക്കുന്നു. ആമ ഇഴയുന്നു, നീന്തുന്നു. അണ്ണാൻ ഓടുന്നു, ചാടുന്നു, മരം കയറുന്നു. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണ് ഉള്ളത്. തൊഴുകയ്യൻ പ്രാണിയും പൂമ്പാറ്റയും പറയുന്നത് വായിച്ചല്ലോ. ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരം ഏതെന്ന് കണ്ടെത്തി എഴുതൂ. തൊഴുകയ്യൻ പ്രാണി എന്താണ് പറയുന്നത്? ഉറുമ്പുകളും ചെറുപ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം. അപ്പോൾ പൂമ്പാറ്റ പറയുന്നത് പൂക്കളിലെ മധുരമൂറുന്ന തേനാണ് എനിക്കിഷ്ടമെന്ന്. അപ്പോൾ ബാക്കിയുള്ള ജീവികളുടെ ഭക്ഷണം കൂടി നമുക്ക് കണ്ടെത്തി എഴുതാം. പശു പുല്ല്, വൈക്കോൽ, പിണ്ണാക്ക്. കാക്ക ചോറ്, ചെറിയ പ്രാണികൾ, ചത്ത ജീവികൾ. ആന പുല്ല്, കരിമ്പ്, തെങ്ങിൻ പട്ട, ഇലകൾ. അണ്ണാൻ തേങ്ങ, പഴങ്ങൾ, കായകൾ. കോഴി ധാന്യമണികൾ, പുഴുക്കൾ, പ്രാണികൾ. പരുന്ത് എലി, പാമ്പ്, കോഴിക്കുഞ്ഞുങ്ങൾ. പൊന്മാൻ മീൻ, തവളക്കുഞ്ഞുങ്ങൾ. തവള ഈച്ച, കൊതുക്, ചെറിയ പ്രാണികൾ. ആട് പുല്ല്, പച്ചിലകൾ, ചപ്പിലകൾ. സിംഹം മാൻ, കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളുടെ മാംസം. ഇതിലേതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത്? പശു, ആന, അണ്ണാൻ, ആട്. മാംസ മാത്രം കഴിക്കുന്നത് പരുന്ത്, പൊന്മാൻ, തവള, സിംഹം. സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളുണ്ടോ? ഏതെല്ലാം ഉണ്ട് അല്ലേ? കാക്ക, കോഴി. മിശ്രാഹാരികൾ. സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നതിനെയാണ് സസ്യാഹാരികൾ എന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികൾ എന്നും വിളിക്കാം.
സസ്യഭാഗങ്ങളും മാംസഭാഗങ്ങളും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ എന്ന് പറയുന്നത്. താഴെ നൽകിയിട്ടുള്ള ജീവികളുടെ ചിത്രത്തിന് സമീപത്തുള്ള വട്ടത്തിൽ നിറം നൽകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാംസാഹാരികൾക്ക് മഞ്ഞയും മിശ്രാഹാരികൾക്ക് പച്ചയും സസ്യാഹാരികൾക്ക് ചുവപ്പുമാണ് കൊടുക്കേണ്ടത്. കൂടുതൽ ജീവികളുടെ പേരുകൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ. ചുവപ്പ് കൊടുക്കേണ്ടത് പശു, മാൻ, പോത്ത്, ചിത്രശലഭം ഇവയാണ് സസ്യാഹാരികൾ. പച്ച കൊടുക്കേണ്ടത് കടുവ, തവള, കടന്നൽ, പല്ലി മാംസാഹാരികൾക്ക്. ഇനി മിശ്രാഹാരികൾ കോഴി, എലി അവർക്ക് മഞ്ഞയാണ് കൊടുക്കേണ്ടത്. കൂടുതൽ ജീവികളുടെ പേരുകൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ. സസ്യാഹാരികൾ പശു, ആന, മാൻ, ആട്, അണ്ണാൻ, മുയൽ. മാംസാഹാരികൾ സിംഹം, കടുവ, പരുന്ത്, പൊന്മാൻ, തവള, പല്ലി. മിശ്രാഹാരികൾ കാക്ക, കോഴി, കരടി, എലി, മനുഷ്യൻ, പട്ടി. ജീവികളുടെ ആഹാര രീതിയും ശാരീരിക സവിശേഷതകളും തമ്മിൽ ബന്ധമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഴുതൂ. അതെ, ജീവികളുടെ ആഹാര രീതിയും ശാരീരിക സവിശേഷതകളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഓരോ ജീവിയുടെയും ശരീരഘടന അവ കഴിക്കുന്ന ഭക്ഷണത്തിന് അനുയോജ്യമായ രീതിയിലാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. സസ്യാഹാരികൾക്ക് പുല്ല് തിന്നുന്നവയ്ക്ക് ചെടികൾ ചവച്ചരയ്ക്കാൻ പറ്റിയ പരന്ന പല്ലുകളാണ് ഉള്ളത്. ഉദാഹരണം പശു, ആട്. പിന്നെ മാംസാഹാരികൾക്ക് മാംസം തിന്നുന്നവയ്ക്ക് ഇരയെ കീറി മുറിക്കാൻ മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളുമുണ്ട്. ഉദാഹരണം കടുവ, സിംഹം. പക്ഷികൾക്ക് അവ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ധാന്യങ്ങൾ കൊത്താനും മാംസം കീറാനും കൊക്കുകളുടെ ഘടനയിൽ മാറ്റമുണ്ടാകും. ചിത്രങ്ങൾ നോക്കൂ. ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായകമാകുന്നത്? എങ്ങനെ? ആദ്യത്തേത് താറാവ്. പരന്ന കൊക്ക് വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇരകളെ അരിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇനി പരുന്തിന് മൂർച്ചയുള്ള വളഞ്ഞ കൊക്കും ശക്തമായ നഖങ്ങളും ഇരയെ ദൂരെ നിന്ന് തന്നെ പിടികൂടാനും മാംസം കീറി മുറിക്കാനും സഹായിക്കുന്നു. തവള നീളമുള്ള പശയുള്ള നാക്ക് ദൂരെയുള്ള പ്രാണികളെ പോലും വേഗത്തിൽ ഒട്ടിച്ച് പിടിക്കാൻ സഹായിക്കുന്നു. സിംഹം മൂർച്ചയുള്ള കൂർത്ത പല്ലുകളും ശക്തമായ നഖങ്ങളും ഇരയെ വേട്ടയാടി പിടിക്കാനും മാംസം എളുപ്പത്തിൽ കടിച്ചു കീറാനും സഹായിക്കുന്നു. മാംസാഹാരികൾ കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. കൂർത്ത മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു. എന്നാൽ മാംസാഹാരികളായ പക്ഷികൾക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയും. ബലമേറിയ കാലുകളും കൂർത്ത് വളഞ്ഞ നഖങ്ങളും ഇവയെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്നു. സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്കുള്ളത്. പല രൂപം ഒരു ജീവിതം. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ. മിത്ര അമ്മയെ വിളിച്ചു. അമ്മ ഇലകൾ നോക്കി. കണ്ടില്ലേ ആ ഇലകളിൽ മഞ്ഞ മുത്തുകൾ? അമ്മ വന്നപ്പോൾ പറയുകയാണ്, ഇത് ചിത്രശലഭത്തിൻ്റെ മുട്ടയാണ് മോളെ. മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതിനായി അവൾ കാത്തിരുന്നു. പക്ഷേ അവൾ കണ്ടത് പുഴുക്കളെയാണ്. ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ല അമ്മേ. അപ്പോൾ അമ്മ പറയാണ്, മോളെ ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ എന്നാണ് പറയുന്നത്. മിത്രയ്ക്ക് കൗതുകമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി. ചിത്രം നിരീക്ഷിക്കൂ. ഓരോ ഘട്ടത്തിൻ്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. പ്രത്യേകതകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ചിത്രശലഭത്തിൻ്റെ ജീവിതചക്രം വളരെ രസകരമാണ്. അവ താഴെ പറയുന്ന 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യത്തേത് മുട്ട, ഇലകളിൽ കാണുന്ന മഞ്ഞ മുത്തുകൾ. രണ്ടാമത്തേത് ശലഭപ്പുഴു, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴു. ഇതാണ് ഇലകൾ തിന്ന് വളരുന്നത്. മൂന്നാമത്തേത് പ്യൂപ്പ, പുഴു പിന്നീട് ഒരു കൂടുണ്ടാക്കി അതിനുള്ളിൽ വിശ്രമിക്കുന്നു. നാലാമത്തേതാണ് ചിത്രശലഭം. പ്യൂപ്പക്കുള്ളിൽ നിന്ന് മനോഹരമായ ചിത്രശലഭം പുറത്തു വരുന്നു. ഇങ്ങനെ 4 ജീവിതചക്രത്തിലൂടെയാണ് ഒരു ചിത്രശലഭം വളർന്ന് ഭംഗിയുള്ള ഒന്നായി മാറുന്നത്. കറിവേപ്പിൻ്റെയും മറ്റ് ഇലകളുടെയും അടിയിൽ നിരീക്ഷിച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭത്തിൻ്റെ മുട്ടകൾ കണ്ടെത്താനായിട്ട് കഴിയും. തന്നിരിക്കുന്ന പൂമ്പാറ്റയ്ക്ക് നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പൂമ്പാറ്റകളെ നോക്കൂ. 2 ചിറകുകളിലെയും നിറവിന്യാസം ഒരുപോലെയല്ലേ? നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ? എല്ലാ പൂമ്പാറ്റകളുടെയും 2 ചിറകുകളും ഒരുപോലെയാണോ?
നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ടീച്ചറും കുട്ടികളും പൂന്തോട്ടത്തിലാണ് അല്ലേ? പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, പൂമ്പാറ്റകൾക്കും പേരോ? എന്തൊക്കെയാണ്? വിലാസിനി, മഞ്ഞപ്പാപ്പാത്തി, അങ്ങനെയൊക്കെ പേരുകളുണ്ട്. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭവും ചെറുത് രത്നനീലിയുമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാണ്? തീച്ചിറകൻ, നാട്ടുകോമാളി, നീലക്കടുവ, ചക്കരശലഭം, പുള്ളിക്കുറുമ്പൻ, നാരകക്കാളി. നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് പേരുകൾ കണ്ടെത്തി എഴുതൂ. പൂമ്പാറ്റകൾ 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു: മുട്ടയിടാനും ആഹാരത്തിനും. നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്. വിദ്യാലയത്തിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങിയ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ. ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിലെത്തുന്നതെന്ന് നിരീക്ഷിക്കൂ. എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്? അവ എവിടെയെല്ലാം വസിക്കുന്നു? എവിടെയൊക്കെയാണ്? കാട്, പുഴ, കുളം. പിന്നെയോ? കടൽ, വയൽ, മണ്ണ്, മരങ്ങൾ. ഇവയില്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. ജീവികൾക്ക് വാസസ്ഥലം നഷ്ടപ്പെടും. ജീവികൾക്ക് ആഹാരവും വെള്ളവും ലഭിക്കാതെയാകും. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരും. ജീവികൾക്ക് വംശനാശം സംഭവിക്കും. ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ആദ്യത്തേത്, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. കൂടുതൽ മരങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുക. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക. ജലാശയങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കുക. പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളം കരുതി വയ്ക്കുക. തൻ്റെ വീട്ടിലെ വളർത്തുജീവികളായ പൂച്ചയുടെയും ആടിൻ്റെയും ആഹാരരീതികളും ശാരീരിക സവിശേഷതകളും നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ പട്ടികയിൽ ചേർക്കൂ. പൂച്ച മാംസാഹാരം കഴിക്കുന്നു. അതുപോലെ തന്നെ കാലിൽ കൂർത്ത നഖങ്ങളുണ്ട്. എന്നാൽ ആട് സസ്യാഹാരം കഴിക്കുന്നു. കാലിൽ കൂർത്ത നഖങ്ങളില്ല. അടുത്തത്, പൂച്ച മാംസം കീറി മുറിക്കാൻ മൂർച്ചയുള്ള പല്ലുകളുണ്ട്. ആടിന് പച്ചിലകൾ ചവച്ചരയ്ക്കാൻ പരന്ന പല്ലുകളുണ്ട്. പിന്നെ പൂച്ചയ്ക്ക് ഇരുട്ടിലും കണ്ണ് കാണാൻ കഴിയും. എന്നാൽ ആടിന് നടക്കാനും ഓടാനും സഹായിക്കുന്ന കുളമ്പുകളുണ്ട്. പൂച്ചയ്ക്ക് ഇരയെ പിടിക്കാൻ ശബ്ദമില്ലാതെ നടക്കാൻ കഴിയുന്ന പാദങ്ങളുണ്ട്. ആടിന് സസ്യങ്ങൾ വേഗത്തിൽ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന പ്രത്യേക വയറുണ്ട്. തന്നിരിക്കുന്ന ചിത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കടൽ ജീവികളെ കണ്ടെത്തി എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിറം കൊടുത്ത് ഭംഗിയാക്കണം. ഇനി ഏതെല്ലാം ജീവികളാണുള്ളത്? ഡോൾഫിൻ, കടലാമ, ചെമ്മീൻ, തിരണ്ടി, കടൽനായ, നക്ഷത്ര മത്സ്യം. ആഹാരരീതിയുടെ സവിശേഷതകൾ അനുസരിച്ച് താറാവ് ഏതു വിഭാഗത്തിൽ പെടുന്നു? താറാവും പരുന്തിനെ പോലെയുള്ള ഇരപിടിയനായിരുന്നുവെങ്കിൽ അതിന് എന്തെല്ലാം ശാരീരിക സവിശേഷതകളായിരിക്കും ഉണ്ടാവുക? വരച്ചു ചേർക്കൂ. താറാവ് സസ്യങ്ങളും ചെറുകീടങ്ങളെയും മീനുകളെയും ഒക്കെ ആഹാരമാക്കുന്നതിനാൽ അത് മിശ്ര ബുക്ക് വിഭാഗത്തിൽ പെടുന്നു. അതായത് മിശ്രാഹാരിയാണ് താറാവ്. താറാവും പരുന്തിനെ പോലെയുള്ള ഇരപിടിയനായിരുന്നെങ്കിൽ അതിന് എന്തെല്ലാം ശാരീരിക സവിശേഷതകളായിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇരയെ കീറി മുറിച്ചു തിന്നാൻ പാകത്തിലുള്ള മൂർച്ചയുള്ളതും വളഞ്ഞതുമായ കൊക്കുകൾ, ഇരയെ ശക്തമായി പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന മൂർച്ചയേറിയ നഖങ്ങളുള്ള ശക്തമായ കാലുകൾ, ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ തന്നിരിക്കുന്ന ചിത്രത്തിൽ എങ്ങനെ വരച്ചു ചേർക്കണം? മൂർച്ചയുള്ള കൊക്കും നഖങ്ങളുള്ള കാലുകളും വരച്ചു ചേർക്കാവുന്നതാണ്. തുടർ പ്രവർത്തനങ്ങളാണ്. നമുക്ക് ചുറ്റുമുള്ള ചിത്രശലഭങ്ങൾ ഒരേ വലിപ്പത്തിലും നിറത്തിലുമുള്ളവയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള ശലഭങ്ങളെ നിരീക്ഷിച്ച് സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തൂ. ചിത്രങ്ങൾ ശേഖരിച്ച് ശലഭ ആൽബം നിർമ്മിക്കൂ. നമുക്ക് ചുറ്റുമുള്ള ചിത്രശലഭങ്ങൾ ഒരേ വലിപ്പത്തിലും നിറത്തിലുമുള്ളവയാണോ? അല്ല. ചിത്രശലഭങ്ങൾ പല വലിപ്പത്തിലും വ്യത്യസ്ത നിറങ്ങളിലുമാണ് കാണപ്പെടുന്നത്.
സാമ്യങ്ങൾ. എല്ലാ ശലഭങ്ങൾക്കും 2 ജോഡി ചിറകുകളുണ്ട്. തേൻ കുടിക്കാനുള്ള തുമ്പിക്കൈ പോലുള്ള ഭാഗമുണ്ട്. തലയിൽ 2 ആൻറ്റിനകളുണ്ട്. ഇനി വ്യത്യാസം. ചിറകുകളിലെ നിറങ്ങളും വരകളും വ്യത്യസ്തമാണ്. ചിലവ വലുതും ചിലവ വളരെ ചെറുതുമാണ്. നിങ്ങളുടെ വിദ്യാലയത്തിനു സമീപമുള്ള കുളം, വയൽ, കാട്, പുൽമേട് എന്നിവയിൽ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള വൈവിധ്യമാർന്ന ജീവികളെ കണ്ടെത്തൂ. അവിടെ പ്രത്യേകമായി കാണുന്ന ഏതെങ്കിലും 2 ജീവികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. സന്ദർശിച്ച സ്ഥലം എന്ന് പറയുന്നത് കുളമാണ്. കണ്ടെത്തിയ ജീവികൾ തവള, മീൻ, നീർക്കോലി, തുമ്പി. 2 ജീവികളുടെ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് തവള. വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നു. ഉഭയജീവി. വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന വിരലുകൾക്കിടയിലെ ചർമ്മവും ചാടാൻ സഹായിക്കുന്ന നീളമുള്ള പിൻകാലുകളുമുണ്ട്. അടുത്തത് മീനാണ്. വെള്ളത്തിൽ ശ്വസിക്കാൻ ചെകിളപ്പൂക്കളുണ്ട്. നീന്താൻ സഹായിക്കുന്ന ചിറകുകളും തുഴ പോലുള്ള വാലുമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എഴുതാം. ഞങ്ങളുടെ വിദ്യാലയത്തിനടുത്തുള്ള കുളം സന്ദർശിച്ചപ്പോൾ തവള, മീൻ, തുമ്പി തുടങ്ങിയ നിരവധി ജീവികളെ കാണാൻ സാധിച്ചു. അതിൽ തവള വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ഒരു ഉഭയജീവിയാണ്. കരയിൽ ചാടാൻ സഹായിക്കുന്ന നീളമുള്ള പിൻകാലുകളും വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ചർമ്മബന്ധിതമായ പാദങ്ങളും ഇതിനുണ്ട്. പ്രാണികളെ പിടികൂടാൻ ഒട്ടിപ്പിടിക്കുന്ന നീളമുള്ള നാക്ക് ഉപയോഗിക്കുന്ന തവളകൾ വെള്ളത്തിൽ ചർമ്മം വഴിയും കരയിൽ ശ്വാസകോശം വഴിയുമാണ് ശ്വസിക്കുന്നത്. കുളത്തിൽ കണ്ട മറ്റൊരു ജീവിയായ മീൻ പൂർണ്ണമായും ജലത്തിൽ മാത്രം ജീവിക്കുന്നവയാണ്. വെള്ളത്തിൽ ശ്വസിക്കാൻ ഇവയ്ക്ക് ചെകിളപ്പൂക്കളുണ്ട്. വെള്ളത്തിൽ എളുപ്പത്തിൽ നീന്താൻ സഹായിക്കുന്ന തോണി പോലുള്ള ശരീരഘടനയും ചിറകുകളും തുഴ പോലെ പ്രവർത്തിക്കുന്ന വാലും മീനുകളുടെ സവിശേഷതയാണ്. ചെറിയ ജലസസ്യങ്ങളും സൂക്ഷ്മജീവികളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. അപ്പോൾ എല്ലാവരും പാഠഭാഗം നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്